ഓക്കെ. എല്ലാവർക്കും മാസ്റ്റർ മൈൻഡ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു വണ്ടർഫുൾ ബുക്കിനെ കുറിച്ചാണ് ഷെയർ ചെയ്യുന്നത്. ഇതാണ് ബുക്ക്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. കാണായിരിക്കും. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. സോ ഇത് 1937 പബ്ലിഷ് ചെയ്തൊരു ബുക്കാണ്. നെപ്പോളിയൻ ഹിൽ എന്ന് പറഞ്ഞുള്ള ഒരു വ്യക്തിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. അപ്പോൾ നമ്മളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ചിന്തിച്ച് പെട്ടെന്ന് പണക്കാരനാവാം എന്നുള്ളത്. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് നമ്മളുടെ ചിന്തകളെ നമ്മൾ അനലൈസ് ചെയ്യുക. നല്ലത് ചീത്ത ഏത്, നമ്മളെ സപ്പോർട്ട് ചെയ്യണമാണോ ഇല്ലയോ, റിച്ച് ആവാൻ സാധ്യതയുള്ളത്, ഇതൊക്കെ അനലൈസ് ചെയ്ത് ഗ്രോ ചെയ്ത് നമ്മൾ റിച്ച് ആവുക. അതാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ഉദ്ദേശിക്കുന്നത്. സോ എന്താണ് നമ്മുടെ ചിന്തകളുടെ പ്രസക്തി എന്ന് ഒന്ന് നോക്കാം. നമ്മളുടെ ഇപ്പോഴത്തെ ലൈഫ് എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ, നമ്മളുടെ ഇപ്പോഴത്തെ ലൈഫ് നമ്മൾ ഇട്ട പ്രവൃത്തികളുടെ റിസൾട്ട് അല്ലേ. നമ്മളിട്ട പ്രവൃത്തികളുടെ റിസൾട്ടാണ് ഇപ്പോഴത്തെ ലൈഫ്. ആ പ്രവൃത്തികൾ എങ്ങനെ എടുത്തത്? നമ്മളെടുത്ത പല തീരുമാനങ്ങളുണ്ട്. ഈ തീരുമാനങ്ങൾ എങ്ങനെ, പല ആൾക്കാരും പല തീരുമാനങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ തീരുമാനങ്ങൾ എങ്ങനെ ഉണ്ടായത്? നമ്മളുടെ കാഴ്ചപ്പാട്, നമ്മുടെ ജീവിതത്തിനോടുള്ള നമ്മളുടെ കാഴ്ചപ്പാട് അനുസരിച്ചാണ് നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നത്. ഈ കാഴ്ചപ്പാട് എങ്ങനെ ഉണ്ടാകുന്നത്? ഈ കാഴ്ചപ്പാട് നമ്മൾ ഹാബിച്വലായിട്ട് കൊണ്ടു നടക്കുന്ന ചിന്താരീതികളുണ്ടല്ലോ, ബിലീഫ് സിസ്റ്റം, അതാണ്. അതിനെ ബേസ് ചെയ്താണ് ഈ കാഴ്ചപ്പാടുണ്ടാവുന്നത്, ഡിസിഷൻസ് ഉണ്ടാവുന്നത്, ആക്ഷൻസ് ഉണ്ടാവുന്നത്. അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ ലൈഫ്. അപ്പോൾ നമ്മുടെ ചിന്താഗതി എന്താണോ, നമ്മൾ ഹാബിച്വലായിട്ട് കൊണ്ടു നടക്കുന്ന ചിന്താഗതി, അതാണ് നമ്മുടെ പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി എന്താണോ അതിന് തത്തുല്യമായ ലൈഫ് ഉണ്ടാകുന്നത്. സോ എന്തുകൊണ്ടാണ് അപ്പം നമ്മൾക്ക് റിച്ച് ലൈഫ് ഇല്ലാത്തത്? അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹാബിച്വൽ തോട്ട്സ് നമുക്കില്ല. അതാണ്, സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ ഹാബിച്വൽ തോട്ട്സ് ചേഞ്ച് ചെയ്യുക, ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുക, അങ്ങനെ നമ്മുടെ ഡിസിഷൻസ് ചേഞ്ച് ചെയ്യുക, അങ്ങനെ നമ്മുടെ ആക്ഷൻസ് ചേഞ്ച് ചെയ്യുക, അങ്ങനെ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുക. ഇതാണ് പ്രോസസ്സ് നടക്കുക. സോ അങ്ങനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു കാര്യം നമുക്ക് വളരെ വസ്തുനിഷ്ഠമായിട്ടും ക്ലിയർ ആയിട്ടും അറിഞ്ഞിരിക്കണം. എന്താണ് നമ്മൾക്ക് വേണ്ടതെന്നുള്ളതിനെ കുറിച്ച് അറിയണം. അപ്പോൾ എന്താണ് നമ്മൾ വേണ്ടതിനെ കുറിച്ച് അറിഞ്ഞിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചിന്തകൾ എന്തൊക്കെയാണ് നമ്മൾ മാറ്റം വരുത്തുന്നതെന്ന് അന്വേഷിച്ചിട്ട് അത് അഡോപ്റ്റ് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിന് നമ്മൾ സഹായിക്കുന്ന 3 കാര്യങ്ങളാണ്: വായനയും കേൾക്കുന്നതും അസോസിയേറ്റ് ചെയ്യുന്നതും കൂട്ടായ്മയും. വായനയും കേൾക്കുന്നതും കൂട്ടായ്മയും. അവിടെയാണ് ഈ വായനയുടെ പ്രസക്തി വരുന്നത്. സോ ഇവിടെ നെപ്പോളിയൻ ഹിൽ എഴുതിയിരിക്കുന്ന ഈ ബുക്ക് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ഏകദേശം 500ഓളം സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ 10-25 കൊല്ലത്തെ സ്റ്റഡി ചെയ്തതിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയ കുറച്ച് ചിന്താരീതികളും പ്രിൻസിപ്പിൾസാണ്. 13ഓളം പ്രിൻസിപ്പിൾസ്, അതിൽ നിന്ന് ചിന്താരീതികൾ, നമ്മളിൽ വരുത്തേണ്ട റിച്ച് ആകാൻ വേണ്ടി നമ്മളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ചിന്താരീതികളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ഇത് അഡോപ്റ്റ് ചെയ്യാനും പറ്റും, ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും, അവരുടെ ലൈഫ് മാറ്റിയെടുക്കാനും പറ്റും. സോ നമ്മൾ എന്ത് തരം ചിന്തകളാണോ കൊണ്ടു നടക്കുന്നത് അതാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മൾ അറിയേണ്ടത് അതേ നമ്മൾക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ എന്ത് തരം ചിന്തകളാണ് കൊണ്ടു നടക്കുന്നത് അതേ നമ്മൾക്ക് കിട്ടുകയുള്ളൂ. സോ ഞാനിവിടെ ഫസ്റ്റ് ചാപ്റ്റർ, ഇതൊരു ഇൻട്രൊഡക്റ്ററി ചാപ്റ്ററാണ്. അതിൽ 3 ലൈഫ് ഇൻസിഡൻസുകളാണ് അദ്ദേഹം പറയുന്നത്. അതിലൂടെ നമ്മുടെ ചിന്തകൾക്ക് നമ്മൾക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ആദ്യത്തേത് ഒരു എഡ്വിൻ സി ബാൺസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ലൈഫാണ്. അദ്ദേഹത്തിന് റിച്ച് ആവണം, ധനികനാവണം. അപ്പം ആദ്യം ആലോചിച്ചിട്ട് അന്ന് എഡിസൺ നമുക്കറിയാമല്ലോ, ബൾബ് കണ്ടുപിടിച്ചത്. എഡിസൺ പല കണ്ടുപിടുത്തങ്ങളും നടത്തി, പല പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി, അത് ആൾക്കാരിലേക്ക് അത് എത്തിച്ച് സെയിലുണ്ടാക്കി വലിയ ബിസിനസ് എംപയറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അദ്ദേഹത്തിന് റിച്ച് ആവണം, ഈ എഡ്വിൻ സി ബാൺസിന് റിച്ച് ആവണം. അതിന് എഡിസന്റെ പാർട്ട്ണർ ആവണം. എഡിസന് വേണ്ടി ജോലി എടുക്കാന്നുള്ളതല്ല, എഡിസന് പാർട്ട്ണർ ആവുന്ന ചിന്തയാണ്. അതായത് റിച്ച് ആവണം, എഡിസന്റെ കൂടെ പാർട്ട്ണറായിട്ട് റിച്ച് ആവണം. സോ അദ്ദേഹത്തിന് എഡിസനെ കുറിച്ച് അങ്ങനെ കാര്യമായിട്ടുള്ള പേഴ്സണൽ അറിവില്ല. കേട്ടിട്ടുള്ളത് മാത്രമേ ഉള്ളൂ, പേഴ്സണലായിട്ട് അറിവില്ല. സാമ്പത്തികമായിട്ട് വലിയ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതല്ല, ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, എഡ്യൂക്കേഷൻ ഇല്ല, ആരും റെക്കമെൻഡ് ചെയ്യാനില്ല. സോ അദ്ദേഹത്തിന് എഡിസന്റെ താമസ സ്ഥലം അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന സ്ഥലമായിട്ടുള്ള ഓറഞ്ച് ടൗൺ, ന്യൂജേഴ്സിയിൽ ഓറഞ്ച് ടൗണിലേക്ക് പോകണം.
ഓറഞ്ച് ടൗണിൽ ചെന്ന് അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്യണം. സോ അതിന് പ്രത്യേകിച്ച് ഇതിൽ എത്തപ്പെടാനായിട്ടുള്ള ഒരു സാഹചര്യവും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇത് കൂടിയേ തീരുള്ളൂ. അത് പോണം, എങ്ങനെയെങ്കിലും പോണം. സോ ഈ ചിന്തകളുടെ പ്രത്യേകത എന്താ? ഈ ചിന്തകളൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും തന്നെ ഉള്ളതാണ്. ഇത് എൻ്റെ അടുത്ത് സമ്പത്തില്ല, എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, എഡ്യൂക്കേഷൻ ഇല്ല, ഇതെല്ലാം നമ്മൾക്ക് നമ്മളെ തടസ്സപ്പെടുത്താൻ സാധ്യതയുള്ള ചിന്തകളാണ്. പക്ഷെ ഇവിടെ ഈ എഡ്വിൻ സി ബാൺസിൻ്റെ പ്രത്യേകത അതൊന്നും ആയിരിക്കില്ല അദ്ദേഹത്തിന് തടസ്സപ്പെടുത്തിയില്ല. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും അവിടെ എത്തണം. അതാണ് അദ്ദേഹത്തിന് ഉത്കടമായിട്ടുള്ള ഒരു ആഗ്രഹം. അത് പവർ ഓഫ് തോട്ട്സ് അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ പവർ ഓഫ് തോട്ട്സ് കൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ എത്തണം. അതിന് അദ്ദേഹം ഒരു കള്ളവണ്ടി കയറി, ഗുഡ്സ് ട്രെയിനിൻ്റെ വണ്ടി കയറി ഓറഞ്ച് ടൗണിൽ എത്തുകയാണ്. ഓറഞ്ച് ടൗണിൽ എത്തിയിട്ട് അദ്ദേഹം നേരെ ഓഫീസിൽ ചെന്ന് എഡിസണായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. എനിക്ക് പാർട്ട്ണറാകണം, എനിക്ക് പാർട്ട്ണറാണ്. അപ്പോൾ എഡിസൺ ഇദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തൊക്കെയോ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് തോന്നിയിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അവിടെ ജോലികളൊന്നും ഇല്ല. പക്ഷേ നല്ലൊരു കൂടെ കൂടാൻ പറ്റിയ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് തോന്നിയതുകൊണ്ട് ഓഫീസിൽ ഒരു ജോലിയാണ് കിട്ടുക. പാർട്ട്ണർഷിപ്പ് കൊടുത്തില്ല. ഓഫീസിൽ ഒരു ജോലിയാണ് കൊടുത്തത്. ചെറിയ ശമ്പളത്തിന് ഓഫീസിൽ ഒരു ജോലിയാണ് കിട്ടിയത്. ബാൺസ് അതുകൊണ്ട് നിരാശനായില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞ് പോയിട്ടില്ല. അദ്ദേഹം ചിന്തിച്ചത് എങ്ങനെയാണ്? എനിക്കിവിടെ നിൽക്കാൻ പറ്റും, എൻ്റെ ജീവിതം കൊണ്ടുപോകാൻ പറ്റും, എൻ്റെ കഴിവുകൾ ഇവിടുന്ന് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് അവിടെ നിന്നിരുന്നത്. ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാസങ്ങളോളം കടന്നുപോയി. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ തക്കതായിട്ടുള്ള പ്രത്യേകിച്ച് ഒന്നും തന്നെ അവിടെ നിന്നില്ല. പക്ഷെ അവിടെ അദ്ദേഹം നിരാശനായില്ല. അദ്ദേഹം വേറെ പ്രത്യേകിച്ചൊന്നും ചിന്തിച്ചില്ല. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് പാർട്ട്ണറാവണം. അതാണ്. എനിക്ക് പാർട്ട്ണറാവണം. ഇവിടെ നിന്ന് കഴിയുമ്പോൾ എൻ്റെ ചിന്തകൾക്ക് മാറ്റം വരാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ആറ്റിറ്റ്യൂഡ്, എൻ്റെ കാഴ്ചപ്പാടലുകളും മാറ്റം വരും. അപ്പോൾ എന്നിലും മാറ്റം വരുന്നത്. സോ എനിക്ക് പാർട്ട്ണറാവണം. ഞാൻ എന്തെങ്കിലും ഒരു സെയിൽസ് പേഴ്സൻ്റെ ജോലി എടുത്ത് സെറ്റിലാവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് പാർട്ട്ണറായേ കൂടിയേ തീരുള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിപ്പയർഡ് ആയിക്കൊണ്ടേയിരിക്കണം. എൻ്റെ ലക്ഷ്യം ഏതാണോ ഞാൻ ജീവിതകാലം മുഴുവൻ പ്രിപ്പയർഡ് ആകുന്ന സ്റ്റേജിലായിരിക്കും ഞാനിരിക്കുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. ഇത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ചിന്തകളാണ്. ലൈഫ് ഇൻസിഡൻസ് ആണ്, റിയൽ ഫാക്റ്റ് ആണ്. ഞാൻ പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കും ജീവിതകാലം മുഴുവൻ. എൻ്റെ ലക്ഷ്യം എന്താണോ അതിലെത്തണം വരെ ജീവിതകാലം മുഴുവൻ ഞാൻ പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കും. ഫോർ 5 ഇയേഴ്സ് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഈ ഓപ്പർച്യൂണിറ്റിയുടെ പ്രത്യേകത അറിയുക, അത് ചിലപ്പോൾ ബാക്ക് ഡോറിലൂടെ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ചില ഫെയിലിയർ ആയിരിക്കും, അല്ലെങ്കിൽ അൺലക്കി സിറ്റുവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സ്ട്രഗിൾ ആയിരിക്കും. ഇങ്ങനത്തെ രീതിയിലായിരിക്കും ചിലപ്പോൾ നമ്മൾക്ക് ഈ ഓപ്പർച്യൂണിറ്റികൾ വരിക. അന്ന് എഡിസൺ കണ്ടെത്തിയ ഒരു മെഷീൻ, എഡിസൺ ഡിറ്റക്റ്റീവ് മെഡിസിൻ, അത് അവിടെ സ്ഥിരമായിട്ട് സെയിൽസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ഇതിനെക്കുറിച്ച് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് വലിയ ഇമ്പ്രഷൻ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഇത് സെയിൽ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സെയിലൊന്നും നടന്നില്ല. ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ബാൺസ് കണ്ടു. ബാൺസ് അതിലേക്ക് ഞാൻ സെയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. പ്രത്യേകിച്ചൊന്നും കണ്ടിട്ടില്ല, ഞാൻ സെയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് അതിലേക്ക് കയറാണ്. അപ്പം നമ്മൾക്കൊരു അവസരം കിട്ടി അതിലേക്ക് കയറി പിടിക്കാനുള്ള ഇനിഷ്യേറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ, പക്ഷേ ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ചിന്ത അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആ മെഷീനെ കുറിച്ച് പഠിക്കുന്നു, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു, ഇതെങ്ങനെ ആളുകൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ഞാൻ സെയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് സെയിൽ ചെയ്തു. റെക്കോർഡ് കളക്ഷനിലൂടെ അത് സെയിൽ ചെയ്തു. അപ്പം എഡിസൺ ചിന്തിച്ചു, കൊള്ളാം, ഈ വ്യക്തി കൊള്ളാം, നമുക്ക് കൂടെ കൂട്ടാൻ പറ്റിയത്. അങ്ങനെ അദ്ദേഹത്തിന് ആ രാജ്യത്തെ മുഴുവൻ ഈ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുക. അവിടെയാണ് ആ പാർട്ട്ണർഷിപ്പ് തുടങ്ങി. അങ്ങനെ ആ പാർട്ട്ണർഷിപ്പിലേക്ക് കടക്കുകയും അദ്ദേഹം അധികം നാളെടുക്കാതെ തന്നെ ഒരു റിച്ച് കാറ്റഗറിയിലേക്ക് മാറി. സോ ഇതാണ് ഫസ്റ്റ് ഇൻസിഡൻറ്റ്, അതായത് പവർ ഓഫ് തോട്ട്സ്. ഇതിലെന്താ, ബാക്ക്ഗ്രൗണ്ട് ഇല്ല, എഡ്യൂക്കേഷൻ ഇല്ല, പിന്നെ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ മണി ഇല്ല, ഇതൊന്നുമില്ല. പക്ഷേ ഇനിഷ്യേറ്റ് തുടങ്ങാനുള്ള ആ ഒരു ഉത്സാഹം അദ്ദേഹത്തിലുണ്ടായിരുന്നു. സോ ഹോൾഡ് ഓൺ ചെയ്യണം, അതിലേക്ക് എത്തണം വിശ്വസിച്ചിരുന്നു. ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം അവിടെ എത്തുക. നമ്മളുടെ ഇതൊന്നും വിഷയമില്ല, ക്ലിയർ ആയിട്ട് എവിടെയാണ് എത്തേണ്ടതെന്ന് അറിയാമോ, അതിനൊരു വഴി കണ്ടെത്തുക, അതിനുവേണ്ടി അതിൻ്റെ പുറകെ നിൽക്കുക, അത് കിട്ടണം വരെ അതിൻ്റെ പുറകെ നിൽക്കുക. അതാണ് പവർ ഓഫ് തോട്ട്സ്. ഫസ്റ്റ് ഇൻസിഡൻ്റ് അതാണ്. രണ്ടാമത്തെ ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഫാമിലി റിച്ചാണ്, ഓൾറെഡി റിച്ചാണ്. പക്ഷേ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പ്രോജക്റ്റ് പകുതി വഴിക്ക് നിർത്തിയത് കൊണ്ട് ഉള്ളതും കൂടി ഇല്ലാതായിട്ടുള്ളൊരു ഫാമിലിയുടെ സ്റ്റോറി അല്ല, ഒരു റിയൽ ഇൻസിഡൻ്റ് ആണ്. അതായത് 3 feet അവേ ഫ്രം ഗോൾഡ് മൈൻ. 3 അടി മുമ്പ്, ഗോൾഡ് മൈന് 3 അടി മുമ്പുള്ളൂ.
എന്നുള്ള സിറ്റുവേഷനാണ് ഇവിടെ പറയുന്നത്. അതായത് ആ, നമ്മുടെ കൂട്ടത്തിൽ ഭൂരിഭാഗം ആൾക്കാരും അച്ചീവ് ചെയ്യാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മൾ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ട് എന്തെങ്കിലും ഒരു ഫെയിൽ വരുമ്പോൾ അല്ലെങ്കിൽ നല്ല ഉദ്ദേശിക്കുന്ന രീതിയിൽ റിസൾട്ട് ഇല്ലാതെ എന്ന് കാണുമ്പോൾ നമ്മൾ നിർത്തിപ്പോവുക. ഇതാണ് ഭൂരിഭാഗം എല്ലാവർക്കും ഇത് സ്റ്റാർട്ട് ചെയ്യാനും തുടങ്ങാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ഭൂരിഭാഗം ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് പകുതി വെച്ചിട്ട് നിർത്തിപ്പോവുക. അങ്ങനത്തെ ആർ യു ഡാർബി അദ്ദേഹത്തിൻ്റെ അങ്കിളും അവരുടെ ഒരു റിയൽ ടൈം ഹിസ്റ്ററിയാണ് പറയുന്നത്. അവർ ഓൾറെഡി റിച്ച് ആണ്. പക്ഷെ അന്നത്തെ കാലത്ത് മൈനിങ് ചെയ്യുക, ഗോൾഡ് മൈൻ ചെയ്ത് ഗോൾഡ് എടുക്കുക എന്നുള്ളൊരു ട്രെൻഡ് ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ആർ യു ഡാർബിയും അദ്ദേഹത്തിൻ്റെ അങ്കിളും മൈൻ ചെയ്യാൻ തീരുമാനിച്ചു. മൈൻ ചെയ്ത് ഗോൾഡ് അദ്ദേഹം ഇത് വെസ്റ്റേൺ പാർട്ടിലേക്ക് മാറിയിട്ട് അവിടെ മൈൻ ചെയ്തു. കുഴിച്ചുകൊണ്ടിരുന്നു. കുഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗോൾഡിൻ്റെ ഓർസുകൾ കിട്ടാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഇത് പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ മെഷീനറീസ് ആവശ്യമാണെന്ന് മനസ്സിലായി. അപ്പോൾ അത് ഇവർ രണ്ടുപേരും കൂടി നാട്ടിലേക്ക് ചെന്ന് ബന്ധുക്കളായിട്ടും ഫ്രണ്ട്സായിട്ടും ഡിസ്കസ് ചെയ്തിട്ട് അതിന് കളക്ട് ചെയ്തിട്ട് മണി കളക്ട് ചെയ്ത് ഇൻസ്ട്രുമെൻറ്റ്സ് സംഘടിപ്പിച്ചു. അങ്ങനെ കുഴിച്ചു, വീണ്ടും കുഴിച്ച് ഒരു ലോഡ് പുറത്തെടുത്തു. ഒരു ലോഡ് പുറത്തെടുത്തിട്ട് ഇത് ഉരുക്കണ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഉരുക്കണ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഉരുക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇതൊരു നല്ലൊരു ഒരു ട്രഷറിൻ്റെ ഒരു ഖനിയുടെ ഏരിയയാണ്. ഇത് സ്വർണം തന്നെയാണ്, നല്ലൊരു ഖനിയുടെ ഏരിയയാണ്. സോ അദ്ദേഹം വീണ്ടും കുഴിച്ചു. അദ്ദേഹം ചിന്തിച്ചതാണ് ഒരു 2-3 ലോഡ് കിട്ടുവാണെങ്കിൽ, ഒരു ലോഡ് എടുത്തു, 2-3 ലോഡ് കിട്ടുവാണെങ്കിൽ നമ്മളുടെ കടങ്ങളെല്ലാം വീട്ടും, നമ്മൾക്ക് ഭയങ്കര ഇമ്മൻസറി റിച്ച് ആവെന്ന് പറഞ്ഞു. കുഴിക്കാൻ തുടങ്ങി. കുഴിച്ച് 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 പിന്നെ ആദ്യത്തെ കിട്ടിയതല്ല, പിന്നെ ഒന്നും കിട്ടുന്നില്ല. കുറേ അങ്ങ് കുഴിച്ചിട്ടും പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചു നിർത്തിയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവർ നിർത്തിയിട്ട് അത് പോയി. ഈ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം സ്ക്രാപ്പ് കച്ചവടക്കാർക്ക് കൊടുത്തു. ഈ സ്ക്രാപ്പ് കച്ചവടക്കാരിൽ ഒരു വ്യക്തി ഇതിനെക്കുറിച്ച് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. സോ അദ്ദേഹം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ മൈനിൻ്റെ എക്സ്പെർട്ടുമാരുണ്ട്, അവരോട് പോയി അന്വേഷിച്ചു. ആ ഏരിയയെക്കുറിച്ച്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയിരിക്കും, അവിടെ എന്തുണ്ടൊക്കെ ഏത് രീതിയിൽ പോകണം എന്നുള്ളതിനെക്കുറിച്ച് എക്സ്പെർട്ടുമാരോട് സംസാരിച്ചിട്ട് അവർ വീണ്ടും കുഴിക്കാൻ തുടങ്ങി. അപ്പം എക്സ്പെർട്ട് പറഞ്ഞത് മിക്കവാറും ഒരു 3 അടി താഴെയായിരിക്കും അടുത്ത സ്റ്റെപ്പ്, അടുത്ത ഗോൾഡ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. പക്ഷെ അവർ കുഴിക്കാൻ തുടങ്ങി. അവർ കുഴിച്ച് കുഴിച്ച് ഈ സ്ക്രാപ്പ് കച്ചവടക്കാരാണ് പിന്നെ കുഴിക്കാൻ തുടങ്ങിയത്. കുഴിച്ച് 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 അവർ ശരിക്കും പറഞ്ഞ പോലെ തന്നെ 3 അടി എത്തിയപ്പോഴേക്കും ഗോൾഡ് മൈൻ. അവർ ലക്ഷക്കണക്കിന് ഡോളറിൻ്റെ ഗോൾഡ് അവർ കുഴിച്ചെടുക്കുകയും അതിൽ നിന്ന് റിച്ച് ആവാനും പറ്റി. സോ ഇത് ഡാർബിയൊക്കെ അറിഞ്ഞു. അവർക്ക് ഭയങ്കര വിഷമമായി ഇതൊരു നിർത്തിപ്പോയത്. അദ്ദേഹം പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഈ ഒരു സംഭവം അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റി. ഒരിക്കലും 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 നമ്മൾ നിർത്തിപ്പോകരുത്, ഒരിക്കലും നിർത്തിപ്പോകരുത്. അദ്ദേഹം എന്നിട്ട് ഇൻഷുറൻസ് ഫീൽഡിലേക്ക് കടന്നു. ഈ ഒരു ചിന്താഗതി അദ്ദേഹം ആ ഫീൽഡിൽ അപ്ലൈ ചെയ്തു. എൻ്റെ ഈ അനുഭവം ആണ് എന്നെ ഈ ഫീൽഡിലേക്ക് സക്സസ്ഫുൾ ആയത്. അദ്ദേഹം ടോപ്പ് 50 ആളുകളിലേക്ക് ഒന്നായി. അദ്ദേഹം അന്ന് കടമെടുത്ത് വാങ്ങിച്ച എല്ലാ പൈസയും തിരിച്ചു കൊടുക്കാൻ പറ്റി. ഇനി ആ റിച്ച്, പക്ഷെ കൊല്ലങ്ങളോളം എടുത്തത് തിരിച്ചു കൊടുക്കാനായിട്ട് ഇൻഷുറൻസ് ഫീൽഡിൽ. അദ്ദേഹം അതിൽ തന്നെ ഇരുന്നുകൊണ്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ലൈഫ് കിട്ടാനും കുറച്ചുകൂടി റിച്ച് ആവാൻ വേണ്ടി ഇൻഷുറൻസ് ഫീൽഡിൽ തന്നെ കുറച്ചുകൂടി ഫ്ലറിഷ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്ത് വേറൊരു ഇൻസിഡൻ്റ് ആയത്. അതായത് കിട്ടണം, കിട്ടിയേ തീരൂ, കൺസിസ്റ്റൻസി, ആ ഒരു ചിന്താഗതി അവിടെ നിന്ന് കിട്ടി. ഈ ഡാർബിയും അങ്കിളും കുറച്ച് റിച്ച് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു ഫാമിങ്ങിലുണ്ടായിരുന്നു. ഗോതമ്പ് പൊടിയാണ് അവർ വിറ്റുകൊണ്ടിരുന്നത്. ഒരു മില്ലുണ്ടായിരുന്നു, അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഫാമിങ് ചെയ്യുന്നു, കൂട്ടുകൃഷിയാണ്. പല ആൾക്കാർ ഒരുപാട് ആൾക്കാരുടെ കൂട്ടത്തിലുള്ള വൈറ്റ്സ് ആണ് അവർ. അപ്പോൾ അവിടെ വർക്ക് ചെയ്യാനായിട്ട് കുറേ ലേബേഴ്സ് ഉണ്ടായിരുന്നു, സ്ലേവ്സ് ഉണ്ടായിരുന്നു. ഭൂരിഭാഗം പേരും സ്ലേവ്സ് ആയിരുന്നു. അപ്പോൾ അതിലെ ഒരു സ്ലേവിൻ്റെ ലേബറിൻ്റെ കുട്ടി അവിടെ കമ്പനിയിൽ വന്നിട്ട്, മില്ലിൻ്റെ അവിടെ വന്നിട്ട് എനിക്കൊരു $50 തരാമോ എന്ന് അമ്മ ചോദിച്ചു എന്നും പറഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ്. ഈ ഡാർബിയുടെ അങ്കിളിൻ്റെ അടുത്ത് വന്ന് ചോദിക്കണം. അങ്കിള് വളരെ കർക്കശക്കാരനായിരുന്നു, ദേഷ്യക്കാരനായിരുന്നു. അന്ന് പ്രത്യേക ഒരു ഒരു അലിഖിത നിയമങ്ങൾ അവിടെ ഉണ്ട്. വൈറ്റ്സ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക്സ് അത് എതിർക്കാൻ പാടില്ല, അത് അംഗീകരിച്ചോണം, ചെയ്തോണം. അങ്ങനത്തെ ഒരു ചിന്താഗതി ആ സമയത്തുണ്ടായിരുന്നു. സോ ഇങ്ങനെ ഈ കുട്ടി വന്ന് പറഞ്ഞു 50 സെൻറ്റ് തരാമോ എന്ന് അമ്മ ചോദിച്ചെന്ന് പറഞ്ഞു. സോ 50 സെൻറ്റ് ഒന്നുമില്ല, നീ വീട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയാൽ ഓക്കെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നു. അദ്ദേഹം വർക്കിൽ ഏർപ്പെട്ടു. അവിടെ ഫ്ലോർ ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടി ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ കുറച്ച് കഴിഞ്ഞ് ഒരു ചാക്ക് ഈ ഗോതമ്പ് അങ്ങനെ ഇടുന്ന സമയത്ത് ആണ് ശ്രദ്ധിച്ചത് കുട്ടി അവിടെ നിൽക്കുന്നു, കുട്ടി പോയിട്ടില്ല. അപ്പം ഗോതമ്പ് ഇടുന്ന ഒരു ദണ്ടുണ്ട്, ആ ദണ്ടുമായിട്ട് ദേഷ്യത്തോടു കൂടി കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. കുട്ടിയുടെ അടുത്ത് ചെന്നു കുട്ടി ഒരടി മുന്നോട്ട് നിന്നിട്ട് 50 സെൻറ്റ് വേണം എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്.
50 സെന്റ് വേണം എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ, ഈ അങ്കിളിൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരുന്ന് 50 സെന്റ് വേണം അത് എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ നോക്കി നമ്മൾ അങ്കിൾ എന്തെന്ന് വെച്ചാൽ ഈ ഈ വടി അവിടെ താഴെ ഇട്ടിട്ട് പോക്കറ്റിൽ കൈയിട്ടിട്ട് ഒരു 50 സെന്റ്, അത് $1, 50 സെന്റ് എടുത്ത് കൊടുത്തു. എന്നിട്ട് കുറച്ച് ഈ ഡാർബി ശ്രദ്ധിച്ചു. ഇത് കൊടുത്തു കഴിഞ്ഞ് ഇതെല്ലാം പ്രോസസ്സെല്ലാം ഡാർബി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം എങ്ങനെ ഒരു ബ്ലാക്ക് ലെബറിൻ്റെ മോള് ഒരു എന്താ പറയുക, ഒരു കുട്ടിയാണ്. ആ കുട്ടി വന്നിട്ട് ഇദ്ദേഹത്തിന് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിനെ എങ്ങനെ ഇത് സമ്മതിപ്പിച്ചു? അദ്ദേഹം കുറച്ച് എന്തൊക്കെയോ ജനലിൻ്റെ അടുത്ത് പോയി ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ആർക്കും പിടികിട്ടില്ല. എന്താണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഇദ്ദേഹത്തിനെ പ്രേരിപ്പിച്ച ആ പവർ എന്താണ് ആ കുട്ടിയുടെ ഹൃദയത്തിൽ എന്ന്. അപ്പം ഈ ഡാർബി ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ആ കുട്ടി ചിന്തിച്ചതേ ഉള്ളൂ, എനിക്കത് നിർബന്ധിത ബുദ്ധി, കൺസിസ്റ്റൻസി, എനിക്കത് വേണം, കിട്ടിയേ തീരൂ. ആ ഒരു ചിന്തയാണ്, ആ പവർ ഫീലിംഗ് ആണ് അത്രയും പവർഫുൾ ആയിട്ടുള്ള വ്യക്തികൾ കൊണ്ട് ആ തീരുമാനം എടുപ്പിച്ചത്. സോ ആ ഒരു ചിന്ത ഇദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു. ആ ആ ഒരു ചിന്താഗതി ഇൻഷുറൻസിൽ പിന്നെ അപ്ലൈ ചെയ്ത്. എന്നെ സംബന്ധിച്ച് ഈ ഇൻഷുറൻസ് വിൽക്കണം, വിറ്റേ പറ്റൂ. എന്നെ സംബന്ധിച്ച് ഇൻഷുറൻസ് വിൽക്കണം, വിറ്റേ പറ്റൂ. അപ്പോൾ ആരെങ്കിലും ഇൻഷുറൻസ് വേണ്ടാന്ന് പറഞ്ഞാൽ അതൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. വിൽക്കണം, വിറ്റേ പറ്റൂ. അതുകൊണ്ട് ഓരോ പ്രാവശ്യം ആൾക്കാർ വേണ്ടാന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് ഈ കുട്ടിയെക്കുറിച്ചുള്ള ഓർമ്മ ഇങ്ങനെ വരും. സോ ആ ഓർമ്മയോട് പിന്നെ അത് വിട്ട് കളയാതിരിക്കാനുള്ള പവർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതൊരു ഹാബിറ്റ് അദ്ദേഹം കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞുള്ള ഹാബിറ്റ് അദ്ദേഹം ഉൾക്കൊണ്ടു. ഓരോ പ്രാവശ്യവും ഇത് വരുമ്പോഴും ഈ കുട്ടിയെക്കുറിച്ച് ചിന്തിക്കുകയും ആ ഒരു ഫീലിങ്ങോടുകൂടി വീണ്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, വിട്ടുകളയാതെ വീണ്ടും സംസാരിച്ചുകൊണ്ടേയിരിക്കും ഇൻഷുറൻസ്. ആ ഇൻഷുറൻസ് പിന്നെ കൂടുതൽ സക്സസ്ഫുൾ ആവാൻ തുടങ്ങി. സോ ഈ ഒരു ഇൻട്രൊഡക്ടറി ചാപ്റ്ററിൽ പറയുന്ന ഈ 3 ഇൻസിഡൻസിലൂടെ 13ഓളം ക്യാരക്ടേഴ്സ്, പിന്നെ ഡിസിപ്ലിൻസ് പിന്നെ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഈ 3 ഇൻസിഡൻസിലൂടെ നമുക്ക് ഗ്രാബ് ചെയ്യേണ്ട ചിന്താഗതി എന്ന് വെച്ചാൽ നമ്മൾക്കൊരു ക്ലിയർ എയിം വേണം. ക്ലിയർ ആയിട്ടുള്ള എയിം വേണം. അത് ക്ലിയർ ആയിരിക്കണം. ഈ ബാൺസിന് ക്ലിയർ ആയിരുന്നു. ഈ 3 പേർക്കും വളരെ ക്ലിയർ ആയിരുന്നു, എയിം ക്ലിയർ ആയിരുന്നു. പിന്നെ തുടങ്ങാനുള്ള ആ ഒരു ഉത്സാഹം, ബാക്ക്ഗ്രൗണ്ട് എന്താണോ, സമ്പത്തുണ്ടോ, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, നമുക്ക് വിദ്യാഭ്യാസമുണ്ടോ, ഇതൊന്നുമല്ല വിഷയം. നമ്മൾക്ക് ക്ലിയർ ആണോ, തുടങ്ങാനുള്ള ഉത്സാഹം, പിന്നെ വിശ്വാസം, പിന്നെ പ്രിപ്പയർഡ് ആയിരിക്കുക. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കിട്ടുന്നിടം വരെ പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുക. അതിന് വേണ്ട മാറ്റങ്ങൾ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെപ്പോഴും വിട്ടുപോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കേണ്ടത്. പ്രിപ്പയർഡ് ആവാത്തതിന് എന്താണ് കാര്യം? നമ്മൾക്കത് വേണം, കിട്ടിയേ തീരൂ എന്നുള്ളൊരു ഒരിക്കലും ക്വിറ്റ് ചെയ്ത് വിട്ടുകളയരുത്. എന്നെ കിട്ടിയേ പറ്റൂ. ഈ ഇത്തരം ചിന്താഗതികളിൽ നമ്മൾക്ക് എത്തണമെങ്കിൽ ഈ 13ഓളം ഈ ബുക്കിൽ പറയുന്ന പ്രിൻസിപ്പിൾസ് ഉണ്ട്, തോട്ട്സ്, ചിന്തകളുണ്ട്. അതിലൂടെ അതിൽ എങ്ങനെ പോകണമെന്നും അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതും ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ബുക്കാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. ഇതൊരു വണ്ടർഫുൾ ബുക്കാണ്. നമ്മൾക്കതിലൂടെ നമ്മളുടെ ചിന്താഗതിയിൽ, ഹാബിച്വൽ തോട്ട്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം. അതുവഴി നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ കാഴ്ചപ്പാട് മാറ്റാൻ പറ്റും. ഈ കാഴ്ചപ്പാട് മാറ്റുമ്പോൾ നമ്മളുടെ ഡിസിഷൻസ്, തീരുമാനങ്ങൾ മാറും. ഈ തീരുമാനങ്ങൾ മാറുമ്പോൾ നമ്മളുടെ പ്രവൃത്തികൾ മാറും. നമ്മളുടെ പ്രവൃത്തികൾ മാറുമ്പോൾ നമ്മൾക്കൊരു പുതിയ ലൈഫിലേക്ക് എത്താൻ പറ്റും. സോ റിയലി വണ്ടർഫുൾ ബുക്ക്. 1937 എഴുതിയ ഒരു ബുക്കാണ്. വളരെ എന്താ പറയുക, സക്സസ്ഫുൾ ആയിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബുക്കാണ്. എല്ലാ റിച്ച് കാറ്റഗറിയിലുള്ള എല്ലാ സക്സസ്ഫുൾ ആയ ആൾക്കാരുള്ള ബിസിനസ് എൻ്റർപ്രനേഴ്സും ബിസിനസ് ഓണേഴ്സും വായിച്ചിട്ടുള്ള ഒരു ബുക്കാണ്. നമ്മൾ എല്ലാവരും ഒരു ബിസിനസ്സിലാണ്. പക്ഷേ നമ്മൾക്ക് ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. പക്ഷേ നമ്മൾക്ക് ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക്, ആ ചിന്താഗതിയിലേക്ക് എത്താൻ പറ്റിയ വണ്ടർഫുൾ ഒരു ബുക്കാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. താങ്ക് യു വെരി മച്ച്. വിത്ത് ദാറ്റ് ഐ കൺക്ലൂഡ് മൈ പ്രസൻറ്റേഷൻ. താങ്ക് യു. താങ്ക് യു സോ മച്ച് ബാബുജ സാർ. ശരിക്കും നമ്മുടെ തിങ്കിങ്ങിൽ ഒരു ചെറിയ മാറ്റം വരുത്താൻ പറ്റിയ ബുക്കാണ് ഇത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. തിങ്ക് ആൻഡ് റീച്ച്. സോ ഇതിൽ ഏറ്റവും എന്താ പറയുക, പ്രധാനപ്പെട്ട കാര്യം
എന്ന് പറയുന്ന ഈ ബുക്ക് 13 ചാപ്റ്ററുകളിലൂടെ വളരുന്ന ഒരു പോകുന്ന ബുക്കാണ്. സോ ഡോക്ടർ പറഞ്ഞത് നമ്മൾക്ക് എനിക്ക് മനസ്സിലായത്, ഒരു ക്ലിയർ ആയിട്ടുള്ള എയിം ഉള്ള ആൾക്ക് അല്ലെങ്കിൽ എയിം ക്ലിയർ ആക്കേണ്ട ആവശ്യകത ആ ബുക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ എന്ത് കാര്യവും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒന്ന് തുടങ്ങാനുള്ള ഉത്സാഹം, ഒരു വിജയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട, തുടങ്ങിയിട്ട് വേണ്ടേ ആദ്യത്തെ സ്റ്റെപ്പ് ഒന്നും എടുക്കണം, ആ തുടങ്ങാനുള്ള ഉത്സാഹം, പിന്നെ ചെയ്യുന്ന കാര്യത്തിലുള്ള വിശ്വാസ്യത, ഫെയ്ത്ത്, അത് എത്രമാത്രം സ്ട്രോങ് ആണ്, എല്ലാത്തിനും ഉപരി പ്രിപ്പയർ. എന്തിനാണെന്ന് വെച്ചാൽ എപ്പോഴും പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുക, കിട്ടിയേ അടങ്ങൂ എന്നുള്ള ആ ഒരു നമ്മൾ പറയാറുള്ളേ, നമുക്ക് വേണ്ട നമ്മൾ വരുത്തി കാണും എന്ന് പറയുന്ന ആ ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മൾ മാറുക. സോ അതിനുവേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ആയിക്കൊണ്ടേയിരിക്കുക. പ്രിപ്പയർ ആയിട്ട് തീരാവുന്ന കാര്യമല്ല സക്സസ്. ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങളാണ് ഈ തിങ്ക് ആൻഡ് റിച്ച് എന്ന ബുക്കിലൂടെ നമുക്കറിയാൻ പറ്റുന്നത്. ആ ബുക്കിന്റെ ഒരു ആധികാരികത, ആ ബുക്കിന്റെ ഒരു അവസ്ഥയെപ്പറ്റി നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിവേ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ ഈ ബുക്കുകൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്യാണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആ ബുക്കിന്റെ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് ആ ബുക്കിലെ മൊത്തം, ആ ബുക്കിന്റെ പവർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ഡോക്ടർ ബാബുരാജിന് നമ്മുടെ ഓരോരുത്തരുടെയും പേര് ഞാൻ താങ്ക്സ് പറയുന്നു. അടുത്ത ആഴ്ച നമുക്ക് അടുത്ത ഞായറാഴ്ച 5:30 സെയിം ലിങ്കിൽ, ഇതേ ലിങ്കിൽ തന്നെ നമുക്ക് വേറൊരു ബുക്കിനെ പറ്റി, വേറൊരു ഐഡിയയെ പറ്റി ഒരു പവർഫുൾ ലീഡർ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവും. സോ താങ്ക് യു, ഗുഡ് ബൈ.